ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രഞ്ജിത മകനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു. അപ്പോൾ രഞ്ജിതയുടെ ആ ഒരു പ്രവൃത്തിയും അല്ലെങ്കിൽ ആ ഒരു പ്രകടനമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ദേഷ്യത്തിലാണ് മകൻ ഇറങ്ങിപ്പോയത്. ഈ സമയത്ത് സ്വത്തുക്കൾ എത്രയും പെട്ടെന്ന് നമ്മുടെ പേരിലേക്കാക്കണം, അതിനുള്ള ഏർപ്പാടുകളും കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞ് ഭർത്താവിനെ ഭാര്യ പറഞ്ഞും വിട്ടു. ഭർത്താവ് നേരെ വക്കീലിൻ്റെ അടുത്തേക്ക് പോവുക. ഈ സമയത്താണ് നമ്മുടെ അപ്പവും അതുപോലെ പൂജയും കൂടി ഇങ്ങനെ സുമിത്രയോട് കാര്യങ്ങളെല്ലാം പറയാനായിട്ടും അതുപോലെ അപ്പുവിൻ്റെ വീട്ടിലേക്ക് പോകാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഇവരുടെ വഴിയിൽ തടസ്സമായിട്ട് കുറച്ച് പേര് വന്നു കഴിഞ്ഞപ്പോൾ ആരാണെന്നോ എന്താണെന്നോ പൂജയ്ക്കോ അല്ലെങ്കിൽ അപ്പുവിനും മനസ്സിലായില്ല. വന്നവർ ചുമ്മാ ഒരു കാരണവും കൂടാതെ നമ്മുടെ അപ്പുവിനെ കുറേ തല്ലിയെന്ന് പറഞ്ഞാൽ റോട്ടിലിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ചതച്ചു. പൂജയാണെങ്കിൽ അടുത്ത് നിന്ന് കരയുന്നു, വേണ്ട വേണ്ട എന്നും പറഞ്ഞു. അപ്പോൾ ഈ പങ്കജ് എന്ന് പറയുന്ന മണ്ടൻ ചെയ്ത് വെച്ചൊരു അതിബുദ്ധിയാണ് ഈ പറയുന്ന ഗുണ്ടകൾ വന്ന് നമ്മുടെ അപ്പുവിനെ തല്ലിയത്. പങ്കജ് ഇത് ചെയ്തത് കൊണ്ട് തന്നെ അപ്പുവിന് ഈ തല്ല് കൊള്ളുകയും ചെയ്തു. പക്ഷേ പൂജയുടെ സ്നേഹം ഇരട്ടിക്കിരട്ടി അപ്പുവിനോട് തോന്നും അല്ലെങ്കിൽ ഉണ്ടാകുമെന്നുള്ള ആ ഒരു ബോധം ഈ പങ്കജിന് പോയില്ല. എന്തായാലും പങ്കജിന് പൂജയെ കിട്ടില്ല. പങ്കജിനെ പൂജ വെറുത്തു. ഇനിയിപ്പോൾ എനിക്ക് കിട്ടാത്തത് അവനും കിട്ടണ്ട എന്നുള്ളൊരു മട്ടുമാതിരിയിലാണ് പങ്കജിൻ്റെ ഇപ്പോഴത്തെ പ്രകടനങ്ങളും കാര്യങ്ങളും. പങ്കജ് എന്നിട്ട് നൈസായിട്ട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ കുറേ നമ്മുടെ അപ്പുവിനെ തല്ലി. പക്ഷെ അപ്പവും കുറേ വിട്ടുകൊടുത്തില്ല. കുറേയൊക്കെ അപ്പവും തിരിച്ച് തല്ലി കിട്ടും. എന്നിട്ട് കുറേ പ്രാവശ്യം തല്ല് മേടിച്ച് കഴിഞ്ഞിട്ട് അപ്പു തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും തല്ലും കൊണ്ട് ഇവന്മാർ ജീവനും കൊണ്ട് ഓടി. അപ്പോൾ അപ്പുവിനെ കണ്ടപ്പോഴേക്കും പൂജ ഓടി അടുത്തേക്ക് ചെന്നു. അപ്പു ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പറ്റുമോ അപ്പു ഏട്ടാന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, നീ വിഷമിക്കൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏട്ടാ ഞാൻ കാരണം അപ്പുവേട്ടൻ ഇപ്പോൾ ഇതുപോലെ തല്ലൊക്കെ കൊള്ളേണ്ടി വന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൂജ പറയുമ്പം നീ കാരണോ? അതിന് നീ എന്താ ചെയ്തേ? നീ ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ നീ കാരണമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഇത് തീർച്ചയായും പങ്കജിൻ്റെ ആൾക്കാരാണ് വന്നതെന്നും പങ്കജാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നും പറയുവാണ്. അപ്പോൾ അപ്പുവേട്ടൻ എന്നോട് ക്ഷമിക്കണം അപ്പുവേട്ടൻ ഒരുപാട് തല്ലുകൊണ്ടെന്ന് എനിക്കറിയാം, അപ്പുവേട്ടൻ ഒരുപാട് തല്ലുകൊണ്ടല്ലേ, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുക. അപ്പോൾ ആ ഒരു ഇതെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ നീ വിഷമിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞ് ഇങ്ങനെ അപ്പു പൂജയെ സമാധാനിപ്പിക്കുന്നു. അപ്പോഴേക്കും അവരിവിടെ കെട്ടിപ്പിടുത്തവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് പങ്കജിൻ്റെ ജീവിതം വീണ്ടും ബാക്കി. പങ്കജ് അതുവഴി വരുമായിരുന്നു. അപ്പോൾ ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ട് പങ്കജ് ബാക്കിലൂടെ പതുക്കെ വന്നതാണ് സീനുകളൊക്കെ വണ്ണായിട്ട് കാണാനായിട്ട്. പക്ഷെ നടന്നില്ല. വന്നു കണ്ട സീനെന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന. വീണ്ടും കിടക്കുന്നു ചങ്കരൻ തെങ്ങയിൽ. പങ്കജ് ചമ്മി. അങ്ങനെ പങ്കജിന് ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യം പങ്കജ് തിരിച്ചറിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നല്ല കൊഴുത്ത് അങ്ങ് കഴിഞ്ഞു. ഇതങ്ങ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ സരസ്വതി അമ്മ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുമിത്രയുടെ അരികിലേക്ക് വരുന്നു. അപ്പോൾ സുമിത്രയുടെ അരികിലേക്ക് സരസ്വതിയമ്മ വന്നപ്പോൾ സരസ്വതിയമ്മയുടെ തലയിൽ ഒരു കെട്ടൊക്കെ ഉണ്ട്. ഈ കെട്ട് കണ്ട് ഇപ്പോൾ സരസ്വതിയമ്മയെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ സുമിത്ര ഒന്നും ഞെട്ടി. അപ്പോൾ സരസ്വതിയമ്മയുടെ തലയിൽ ഈ കെട്ടും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര അമ്മ എപ്പോഴാണ് വന്നേ, അമ്മയ്ക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. അതൊക്കെ പറയാം. അമ്മ എവിടുന്ന് പോന്ന ശീതളിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാ? ശീതളിനെ നോക്കാൻ വേണ്ടിയല്ലേ അമ്മ പോയത്, പിന്നെ അമ്മ എന്തെങ്കിലും പോന്നേന്നൊക്കെ ചോദിച്ചപ്പം സുമിത്രേ ഞാൻ ഇങ്ങോട്ട് വന്നു എന്ന് കരുതി നീ ശീതളിൻ്റെ കാര്യം ഓർത്തൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ശീതളിന് ഇനി ഒരു കുഴപ്പമില്ല. കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നോ? അമ്മ എന്തൊക്കെയാ പറയണേന്ന് ചോദിച്ചപ്പോൾ അത് പഴയ സച്ചിനൊന്നും അല്ല, സച്ചിൻ ആളാകെ മാറിയെന്ന് പറഞ്ഞു. പിന്നെ സച്ചിനുണ്ടായ ആക്സിഡൻറ്റിനെ പറ്റിയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചേ പറ്റുള്ളൂ, ഞാൻ പറഞ്ഞത് സത്യമാണ്. സച്ചിൻ ഇപ്പോൾ പഴയ സച്ചിനൊന്നും അല്ല, സച്ചിൻ്റെ സ്വഭാവം മാറി. പിന്നെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം സംശയം ഉണ്ടെങ്കിൽ നീ സച്ചിനോട് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആരോടും സംസാരിക്കേണ്ടെന്ന് സുമിത്ര പറഞ്ഞപ്പം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് സുമിത്രയെ? അവനോട് സംസാരിച്ച് നോക്കിയാലല്ലേ അവന് സംഭവിച്ച മാറ്റം എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നും പറഞ്ഞ് സരസ്വതി അമ്മ ഫോൺ എടുത്ത് ശീതളിൻ്റെ നമ്പറിലേക്ക് വിളിക്കാം. അപ്പോൾ സരസ്വതി അമ്മയുടെ കോള് ചെന്നപ്പോഴത്തേക്കും ശീതൾ ഹലോ അച്ഛമ്മ വീട്ടിൽ ചെന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ വീട്ടിൽ വന്നു, ഞാൻ നിൻ്റെ അമ്മയ്ക്ക് അരികിൽ അമ്മയുടെ കയ്യിൽ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക. അപ്പോൾ മോൾ വിളിച്ചപ്പോഴത്തേക്കും അമ്മയെന്ന് വിളിക്കുന്നു. അമ്മ വികാരഭരിതയായിട്ട് മോളെ എന്നും പറഞ്ഞ് വിളിക്കുന്നു. മോളെ അച്ഛമ്മ പറഞ്ഞതൊക്കെ ശരിയാണോ? സച്ചിൻ എന്താ പറ്റിയത്? നിനക്കവിടെ കുഴപ്പമൊന്നുമില്ലേ? അങ്ങനെ ഒരു അമ്മയുടെ ആകാംക്ഷ ഉണ്ടല്ലോ, ആകാംക്ഷയെല്ലാം നിറഞ്ഞ് നമ്മുടെ സുമിത്ര ഇങ്ങനെ ചോദിക്കുമ്പം അച്ഛമ്മ പറഞ്ഞതൊക്കെ സത്യമാണ്. സച്ചിൻ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, സച്ചിൻ്റെ സ്വഭാവമൊക്കെ ഒരുപാട് മാറി അമ്മേ, സച്ചിനൊരു ആക്സിഡൻറ്റ് പറ്റി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും സുമിത്ര അത് വിശ്വസിക്കുന്നില്ല കേട്ടോ. അമ്മ ഞാൻ സച്ചിൻ്റെ കൈ കൊടുക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ശീതൾ സച്ചിൻ്റെ കൈ കൊടുത്തു. അപ്പോൾ സച്ചിൻ ഫോൺ എടുത്ത വഴിക്ക് അമ്മയെ എന്ന് പറഞ്ഞാൽ വിളിച്ച ആ അമ്മ എന്ന വിളിയിൽ നമ്മുടെ സുമിത്രയ്ക്ക് മനസ്സിലായി ഇവനെന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അപ്പോൾ സച്ചിനാണെന്നുണ്ടെങ്കിൽ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഏറ്റു പറഞ്ഞ് അങ്ങനെ
അങ്ങനെ കരഞ്ഞില്ലെന്നുള്ള രീതിയിൽ സുമിത്രയോട് സംസാരിക്കുന്നു. അപ്പോൾ മരുമകൻ ഈ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞു സംസാരിക്കുന്നത് കേട്ടപ്പോൾ നമ്മുടെ സുമിത്രയ്ക്ക് മനസ്സിലായി സച്ചിൻ നല്ലവനായി എന്നുള്ളത്. അപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി. ഇനിയെങ്കിലും എൻ്റെ മക്കൾ നല്ല സന്തോഷമായിട്ട് ജീവിക്കണം, മോന് എന്താ പറ്റിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ അമ്മ മോനെ കാണാനായിട്ട് വരാം ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നമെല്ലാം അവിടെ തീർന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ശീതളിൻ്റെ കയ്യിലേക്ക് സച്ചിൻ ഫോൺ കൊടുത്തു. ഒരു വലിയ മഴ പെയ്ത് തോർന്ന ഒരു സന്തോഷത്തിൽ നമ്മുടെ ശീതളും അങ്ങനെ ഇരിക്കാം. അത് കഴിഞ്ഞ് പിന്നെ സരസ്വതി അമ്മ, ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകണില്ല, നിൻ്റെ അടുത്ത് ഇവിടെ തന്നെ ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സരസ്വതി അമ്മ ഇനി സുമിത്രയുടെ ജീവിതത്തിലേക്ക് വീണ്ടും കയറി വന്നിരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പൂജ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സുമിത്ര ഇങ്ങനെ റൂമിൽ ഇരിക്കുവാണ്. അപ്പോൾ സുമിത്ര റൂമിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ടാണ് പൂജ വരുന്നത്. അപ്പോൾ പൂജ വന്ന് കയറിയപ്പോൾ മോളെ കണ്ട ഒരു സങ്കടത്തിൽ അങ്ങനെ ഇരിക്കുക. കാരണം മോള് കൈവിട്ട് പോയി എന്നറിയാവുന്നതിൻ്റെ ആ ഒരു സങ്കടം. അപ്പോൾ അമ്മയെന്ന് പറഞ്ഞ് ഓടി വന്ന് സുമിത്രയെ കെട്ടിപ്പിടിച്ച് പൂജ ഒരൊറ്റ കരച്ചിൽ. എന്താ മോളെ, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് സുമിത്രയ്ക്ക് വേഗം ടെൻഷനായി. സുമിത്ര ഇങ്ങനെ ചോദിച്ചു പൂജയോട്, എന്താ മോളെ പറ്റിയേ, എന്തിനാ കരയണേന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ എന്നോട് പൊറുക്കണം, അമ്മ എന്നോട് ക്ഷമിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ എന്താ ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചപ്പം അമ്മേ, രഞ്ജിതാൻ്റിയും അതുപോലെ പങ്കജും എല്ലാവരും ചേർന്ന് എന്നെ ചതിക്കായിരുന്നു അമ്മേ. എൻ്റെ അമ്മ പറഞ്ഞതൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല, എൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾക്കൊന്നും ഞാൻ വില തന്നില്ല, അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. ഇതൊക്കെ പറഞ്ഞാണ് നമ്മുടെ പൂജ കരയുന്നത്. ഇപ്പം എന്താ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നാനെന്ന് ചോദിച്ചപ്പം പൂജ നടന്ന A to Z കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. അപ്പോൾ അപ്പുവേട്ടനാണ് തന്നെ രക്ഷിച്ചതെന്നും അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അപ്പുവിനേറ്റവും മർദ്ദനം സഹിതം നമ്മുടെ പൂജയെല്ലാം തുറന്നു സംസാരിക്കുക. അപ്പോൾ പൂജ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുമിത്ര, ഇപ്പോഴെങ്കിലും എൻ്റെ മോള് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ, അമ്മയ്ക്ക് അത് മതി, നിൻ്റെ ജീവിതം നശിച്ചു പോകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു അമ്മയ്ക്ക്. അതുകൊണ്ടാണ് എൻ്റെ മോളോട് അമ്മ അത്രയും ഇതായിട്ടൊക്കെ സംസാരിച്ചത്. മോൾ അമ്മയോട് ക്ഷമിക്കാൻ പറഞ്ഞപ്പം അമ്മ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്, ഞാനല്ലേ എൻ്റെ അമ്മയോട് ക്ഷമ ചോദിക്കേണ്ടത്. എൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും അനുസരിക്കാതെ തെറ്റായ വഴിയിലൂടെ ഞാൻ പോയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എന്താകുമായിരുന്നെന്ന് ചോദിച്ചു. പിന്നെ അവരുടെ ചതിക്കുഴിയിൽ ഞാൻ വീഴാതെ എൻ്റെ അമ്മ എന്നെ കാത്തു രക്ഷിക്കാനല്ലേ നോക്കിയതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവരുടെ ചതിയിൽ ഞാൻ വീണു പോയമ്മയെന്നൊക്കെ പറഞ്ഞ് ഇനി എൻ്റെ അമ്മ പറയുന്നതൊന്നും ഞാൻ അനുസരിക്കാതിരിക്കുകയില്ല, എൻ്റെ അമ്മ പറയുന്നത് മാത്രമേ ഞാൻ ഇനി കേൾക്കുള്ളൂ. ഇതൊക്കെ പൂജ പറയുമ്പം എന്നാലും അവരെന്നെ ചതിച്ചല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞു. അവർക്ക് ചതിക്കാൻ ഞാൻ നിന്നു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പൂജ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് ചതിക്കാനായിട്ട് നീ നിന്നു കൊടുത്തതല്ല മോളെ, നിനക്ക് അവരോടുള്ള സ്നേഹം, ആ സ്നേഹത്തെയാണ് അവർ ചൂഷണം ചെയ്തത്. ആ സ്നേഹം നിനക്കുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവരിത്രയും ക്രൂരത നിന്നോട് കാണിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ പറയുന്നു. അങ്ങനെ സമസ്ത അപരാധവും പറഞ്ഞ് സുമിത്രയുടെ കാലിൽ വീഴുന്ന പൂജ സത്യങ്ങളും നമ്മുടെ സുമിത്രയോട് വിളിച്ചു പറയുന്നു. അതിൽ നിന്ന് സുമിത്രയ്ക്കെല്ലാം അറിയാമായിരുന്നു, എങ്കിൽ പോലും കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനും കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ സൂപ്പർ ഹിറ്റ് എപ്പിസോഡ് വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.